ഗൈസ് നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റ് കളിയാണ് കേട്ടോ. നാട്ടിലെ മെയിൻ പ്ലെയറായ ഗോകുൽ ഗോപാലസ് എത്തിയിട്ടുണ്ട്. പറയണ എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പറയാനുള്ളത്? ഗൈസ് കളി തുടങ്ങാൻ ഇതാ പ്ലേയേഴ്സ് എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ 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 ആണോ? കളി അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നതായിരിക്കും. കേട്ടോ കേട്ടോ, നമ്മളിപ്പോൾ ടീമിട്ട് കളി തുടങ്ങാൻ പോവാം. അനീഷ് എന്നാണ് പേര് വിളിക്കുന്നത്. സഞ്ജിത് സജി സംസാർ അതാരാ? പറഞ്ഞോടാ. ഞാനങ്ങനെ അനിഷ്ടാൻ ടീമിലാണ്. അടുത്ത അടുത്ത് രാജസ്ഥാൻ വേണോ? അല്ല രാജസ്ഥാൻ അല്ല, CSK വേണോ മുംബൈ വേണോ? അടുത്തടുത്ത ആരാ? ടോസ് ഇടാൻ പോണ ശ്രേയസാണ് ടോസ് ഇടുന്നത്. അതാ ഇന്റർനാഷണൽ ലെവലിലുള്ള ടോസ് ഇടലാണ്. ഇന്റർനാഷണൽ ടോസ് നമ്മുടെ ബോളിംഗ് ആണ്. അപ്പൊ ബോൾ ചെയ്യണം. നമ്മളങ്ങനെ ഫീൽഡ് ചെയ്യാൻ കേട്ടോ. ഒന്നുകൊണ്ടാണ് ബോൾ എറിയുന്നത്. വിച്ചാനാണ് ബാറ്റ് ചെയ്യുന്നത് കേട്ടോ. അനീഷാണ് ബാറ്റ് ചെയ്യുന്നത്. അനീഷ് കേട്ടോ. രണ്ട് അനീഷുകൾ തമ്മിലുള്ള മത്സരം. അതാ ഔട്ടായിരിക്കുന്നു. അപ്പൊ കേട്ടോ, മറ്റേ ചിത്തനാണ് കയറുന്നത്. ലാസ്റ്റ് ഓവറാണ്. ലാസ്റ്റ് ഓവറിലാണ് നമ്മൾ ബാറ്റ് ചെയ്യുന്നത്. അല്ല ബോളിംഗ് ലാസ്റ്റ് ഓവർ കഴിയുമ്പോൾ ക്രിസ്ത്യൻ കോളേജ് ചെയർമാൻ ആയിരുന്നു. എക്സ് ചെയർമാൻ. അനീഷന്റെ ഫീൽഡിംഗ് ആണ് നിങ്ങൾ കണ്ടോ. കണ്ടോ എന്റെ വീണ്ടും തൊട്ടടുത്ത ഔട്ടല്ല. അല്ല വീണ്ടും കേട്ടോ കാണോ. അത് അവൻ മോനാണ്, പുള്ളിയുടെ മോനാണ്. അറിഞ്ഞുകൊണ്ട് അവൻ ഫോർ വിട്ടത്. അവനെ ഒന്ന് കാണിച്ച് അറിഞ്ഞുകൊണ്ട് ഫോർ വിട്ടത്. പുള്ളിയുടെ മോനായാലും മനഃപൂർവ്വം. അതൊക്കെ ഇത് അച്ഛനും മോനുള്ള ബാധകളാണ്. കാണുക അങ്ങനെ ഓവർ ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ ബാറ്റ് ബാറ്റ് ചെയ്യുന്നത്. അതാ ഓ അത് അശ്വിന്റെ ഫീൽഡിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. അശ്വിൻ അതാ ഓ അത് അപ്പൂസിന്റെ ഒരു ഉഗ്രൻ ഫോറാണ് നിങ്ങൾ കണ്ടത്. 14 റൺസ് ആയിരിക്കുന്നു. ജയിക്കാൻ 24 റൺസ്.
അപ്പൂസ് ഒറ്റയ്ക്ക് ഇന്ന് ജയിപ്പിക്കുമെന്ന് പറഞ്ഞേക്കുന്നു. ഓ അടുത്ത വെളിക്കൂടെ ഔട്ടല്ല. അപ്പൂസും വിഷ്ണു കൊച്ചുവിനാണ് ബാറ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രേയസ് ബോളർ ചെയ്യാൻ പോകുന്നു. അത് അപ്പൂസ് ഓടോ ഗോഗ്രാൻഡ് ഫീൽഡിംഗ്. വിഷ്ണു കൊച്ചുവിനോടുള്ള അശ്വിനാണ് ബോൾ എറിയാൻ പോകുന്നത്. മണ്ണത്തിന്റെ മുത്ത്. ഓ സവാ ഒരൗട്ട്. അനീഷണ്ണൻ അടുത്ത അനീഷണ്ണൻ. നമ്മള് കളി തോക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അച്ചു അടിയടാ. വേടല്ലേ ഫീൽഡിങ്. നീ ബോൾ കാല് വെച്ചു. അങ്ങനെ 2 ഓവറല്ലേ? 2 ഓവർ 10. വീണ്ടും കഗേനിസ്. ഇതാ ഫോറാണത്. ഓ നല്ലൊരു കാറ്റ് വീശി. അതാ 4. അത് അനീഷന്റെ ഒരു 4 അടിച്ചിരിക്കുന്ന അനീഷണ്ണൻ. മഴ. മഴ കാരണം നമ്മുടെ കളി നിർത്തി വെക്കേണ്ടി വരും തോന്നുന്നു. അത് അനീഷണ്ണ അവിടെ ആയിരിക്കുന്നു. ഞാനില്ലേ ബാറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ബോളിൽ തന്നെ അലൻ വ്ളോഗർ, ഫേമസ് അലൻ വ്ളോഗർ ഔട്ടായിരിക്കുകയാണ്. ആ ഒരു പ്ലെയർ നമുക്ക് വേണ്ടി ബോൾ ചെയ്യാൻ പറ്റി ഗോകുൽ. അത് ഗോകുലന്റെ അത്യുഗ്രം ബോളിംഗ് ആണ്. കളി അത് ഗോകുലന്റെ അടുത്ത ബോളി. ഓ വരണം കുറച്ച് പതിയെ. കളി ജയിച്ച്. അതാ നമ്മളിതാ ഒരു കളി നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇവര് തോറ്റു. ചാടിയാ കേട്ടാ. കേറി. ടൂർണമെന്റിലേക്ക് അടുത്തായി ഗോപു ചെങ്ങനെ എത്തിയിട്ടുണ്ടോ? അടുത്തായി അതിനുശേഷം ഇതാ അടുത്തൊരു പ്ലെയർ എത്തുന്നുണ്ട്. രാജുഭായ് ആൻഡ് MS കിങ്. ഇദ്ദേഹം ധോണിയുടെ കടുത്ത ആരാധകനാണ്. ധോണി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറ. 2 over 6 റൺസ് വേണം. അതാ 4. അതാ ഒരു 4 അടിച്ചിരിക്കുന്നു കൊച്ചൻ.
4. അതാ MSDയും രാജുഭായാണ് അടുത്ത ബാറ്റ് ചെയ്യാൻ വന്ന്. ഇപ്പൊ കളി 1-2 ആയിരിക്കുന്നു. നമ്മൾ 2 കളി, അവരൊരു കളി. അതാ 4. അല്ല ഔട്ടായില്ല. അതിന് ഇത്ത ഹൈറ്റ് ഇതാണ്. MSD എന്തുകൊണ്ടാണ് ഔട്ടായത്? MSD വയറ് കാരണമാണ് MSD ഔട്ടായത്. അതാ രാജുഭായ് ഇതാ ബാറ്റ് ചെയ്യുകയാണ്. ഇതാ ഇതാണ് ശരിക്കുള്ള ബാറ്റ് ചെയ്യാൻ. അങ്ങനെ ബോളെ തൊട്ടിരിക്കുന്നു. ഇവരാള് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? അതിലെ ബോൾ തുറ, ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട്. ശരിക്കുള്ള ബാറ്റിംഗ് കണ്ടു ഗൈസ്. അതാ അവൻ വരികയായി, വെട്രിമാരൻ തളപതി യങ്ക. അതാ വെട്രിമാൻ ഇതാ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വന്നോണ്ടിരിക്കുകയാണ്. വെട്രിമാരൻ ബാറ്റിങ്ങിന് എറിയുന്നു. അതാ ഗോ. ആ മതിലിന്റെ മേളിൽ ചമ്പെടുത്ത് പോകണം. മതിലിന്റെ മേളിൽ ചമ്പ് വെച്ചാലേ ഗോളിനെറിയാൻ പറ്റുന്നുള്ളൂ. അതാ രാജുഭായ്. ഇതാ രണ്ട് കരുത്തുറ്റ ബാറ്റ്സ്മാൻമാർ. അതാ MSD. ധോണിക്ക് ശേഷം ആര്? MSD എന്നാ പറഞ്ഞ. അതാ ഗോപ്. അതാ വളരെ ഔട്ട്. അതാ MSD ഔട്ടായിരിക്കുന്നു. MSD ലാസ്റ്റ്. അതാ 4. ഇതാക്കാൻ വേണ്ടി ഞാൻ കുറെ 4 കളുണ്ട്. പോലും വരുന്നില്ല. ബോള് വന്നാലും ഞാൻ പിടിക്കും. പുഷ്പ എന്തിയാ? ആ കളി ജയിക്കാൻ വേണ്ടിയാ. ഇങ്ങോട്ടാകുമ്പോ അതിലുണ്ട്, പുറകോട്ട് പോകത്തില്ല. കേറി അച്ചു 6 അടി. അതാ അനിശാണ്. പിന്നെ അത് അത്യാവശ്യം പ്രോ കാണാൻ പോകുന്നത്. പരസ്യം ഹീറോ ഹോണ്ടയുടെ പരസ്യം. പ്രൊമോഷൻ പൈസ മേടിക്കും കേട്ടോ.
33 runs. അല്ല ബാറ്റ് നോക്കിയാറാ. വേണ്ട ആരും അടിച്ചില്ല. കഷ്ടം. അവനവിടെ ഗോകു ഇതാരാടാ? അയ്യോ 37 പിന്നെ ഞാൻ കയറി ആദ്യം ഔട്ടായി. ഞാൻ ഔട്ടായടാ. അല്ലല്ല ഔട്ടായടാ. അല്ലടാ ഓന് മുമ്പ് ഔട്ടായി. ഓർമ്മല്ലേ? കുഴപ്പമില്ല. ഇപ്പുറത്ത് അരമന്നൊരു ഓവറാ കഴിഞ്ഞു. അതാ അടുത്ത അനീഷണ്. ഓ 17. അതാ രാജുബായ് ഇതാ ഒരു 4 അടിക്കും. അതോ 6ഓ? അതാ വളരെ മികച്ചൊരു കാറ്റ്. നല്ല കാറ്റുകൾക്ക് ബന്ധപ്പെട്ട രാജുബായ്. ഓയ് വിടുത്ത കാറ്റാടി യന്ത്രത്തെ തോപ്പിക്കും. വീണ്ടും നമ്മൾ ലാസ്റ്റ് കളിയാണ് കളിക്കുന്നത്. നീരാടാ നിന്റെ തല ഞാൻ നോക്കിയ കിട്ടിയില്ല. അതാ ഓ അവിടെ കൊടുക്കൂ. അപ്പൂസാണ് ബാറ്റ് ചെയ്യുന്നത്. അപ്പൂസ് 5 ബോൾ 4 സിംഗിൾ ഇട്ട് കളിച്ചു. അതാ 3 ബോൾ 2. കമൺ വീണ്ടും നിങ്ങൾ ഈ ബോള് പതിയരണേ. ഗോയലണാ പതിയേറി നമ്മുടെ അങ്ങാടിക്കുമല്ലേ ടൂർണമെന്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കളിച്ച പ്ലേയേഴ്സിന് വിശേഷങ്ങൾ ഇന്നത്തെ കളിയെ കുറിച്ച് വളരെ നല്ല കളിയായിരുന്നു. 2 അടി ഇട്ട് പിടിച്ച വളരെ നന്നായിട്ട് തന്നെ കളി പോയി. ചില എതിർ ടീം മൊത്തം കള്ളന്മാരാണ്. ആ ഒറ്റ പ്രശ്നമുള്ളത്. അത് ശരിയാണ്. എതിർ ടീമിലെ പ്രത്യേകം ഇവനാണ് ഈ ടീമിലെ മെയിൻ കള്ളക്കളിക്കാരൻ. ക്യാമറ കൂടെ സെൽഫിയിലോട്ടാണ് കള്ളന്മാരെ കൊന്നാണ്. അദ്ദേഹം ഒന്നും കണ്ടെന്ന് പറയാം. വളരെ മികച്ച കളിയായിരുന്നു. ജയിച്ചതിന് ഭയങ്കര സന്തോഷം പറയാം. പക്ഷെ ഞങ്ങള് വലിയ കളിയാണ് മനസ്സിലാക്കി. സൗദിന്ന് നമ്മളാകെ റൊണാൾഡോ വിളിക്കാം. റൊണാൾഡോക്ക് വരാൻ പറ്റും. റൊണാൾഡോക്ക് വരാൻ പറ്റും. ഭാര്യ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് വിളിച്ച് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗോകുലം വന്നത്. അത് ശ്രേയസിന് എന്താണ് നല്ല അഭിപ്രായം. കളി കാണാനായിട്ട്
തമിഴ്നാട്ടിൽ നിന്ന് വിജയാനന്ദ ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് രംഗണ്ണനാവാൻ വേണ്ടി ഇപ്പൊ അവിടെ ലീലാകൃഷ്ണനായിട്ട് ജീവിക്കുക. അറിയാലോ ആരാത് കണ്ടാൽ തന്നെ അറിയാം കറക്റ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും പറ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.